ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് SPC ക്വസ്റ്റ്യൻസ് ആണ്. SPC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോവാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങൾ നോക്കാം. അതിനു മുൻപ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. SPC ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ചോദ്യം എന്താണ്? SPC ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി ആണ്, ഓഗസ്റ്റ് 2. ഏതാണ് SPC ദിനമായി ആചരിക്കുന്ന ദിവസം? ഓഗസ്റ്റ് 2. അടുത്ത ചോദ്യം ഇതാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 3 ആണ്. എത്രയാണ്? സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 3. അടുത്ത ചോദ്യം ഇതാണ്. SSA എന്നതിൻ്റെ പൂർണ്ണരൂപം. SSA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സർവശിക്ഷ അഭിയാൻ. ഡി ആണ് ഉത്തരം, സർവശിക്ഷ അഭിയാൻ. SSA സർവശിക്ഷ അഭിയാൻ. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട SPCയുടെ മിനി പ്രോജക്റ്റ് ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട SPCയുടെ മിനി പ്രോജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൈ ട്രീ. ഏതാണ്? മൈ ട്രീ. അടുത്ത ചോദ്യം. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര മാസമാണ്? ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര മാസമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 6. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര മാസമാണ്? 6 മാസമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, MS സ്വാമിനാഥൻ. ഉത്തരം നോക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബംഗളൂരു. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരമാണ് ബംഗളൂരു. അടുത്ത ചോദ്യം നോക്കാം. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ജീവി ഏത്? ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ജീവി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആട്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ജീവിയാണ് ആട്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട്? ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 64. ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട്? 64 കളങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കൂ. ഭൂമിയെ വലം വെച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? ഭൂമിയെ വലം വെച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വിക്ടോറിയ. ഭൂമിയെ വലം വെച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? വിക്ടോറിയ. അടുത്തത്. വിശ്വ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിശ്വ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പെട്രാർക്ക്. വിശ്വ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്ക്. അടുത്ത ചോദ്യം നോക്കൂ. വന്നു, കണ്ടു, കീഴടക്കി. ഈ വാക്കുകൾ ആരുടേതാണ്? വന്നു, കണ്ടു, കീഴടക്കി. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സീസർ. വന്നു, കണ്ടു, കീഴടക്കി. ഈ വാക്കുകൾ ആരുടേതാണ്? സീസറിൻ്റേതാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം.
ഉത്തരം ഓപ്ഷൻ എ 1945. എല്ലാവരും പഠിച്ചു വെക്കുക. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? 1945. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏത് സാഹിത്യകാരനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത്? ഏത് സാഹിത്യകാരനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി കാളിദാസൻ. ഏത് സാഹിത്യകാരനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത്? കാളിദാസൻ. അടുത്ത ചോദ്യം. DCP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? DCP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. DCP എന്നതിൻ്റെ പൂർണ്ണരൂപം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. അടുത്തത്. സ്റ്റാൻഡേർഡ് ഈസ് പൊസിഷനിൽ കേഡറ്റുകളുടെ കാലുകൾ തമ്മിലുള്ള അകലം എത്ര ഇഞ്ചാണ്? സ്റ്റാൻഡേർഡ് ഈസ് പൊസിഷനിൽ കേഡറ്റുകളുടെ കാലുകൾ തമ്മിലുള്ള അകലം എത്ര ഇഞ്ചാണ്? ഉത്തരം വരുന്നത് 12. സ്റ്റാൻഡേർഡ് ഈസ് പൊസിഷനിൽ കേഡറ്റുകളുടെ കാലുകൾ തമ്മിലുള്ള അകലം എത്ര ഇഞ്ചാണ്? 12 ഇഞ്ചാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് ആരുടെ ആത്മകഥയാണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് ആരുടെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം ഇതാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത്? കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1956. അറിയാത്തവർ പഠിച്ചു വെക്കുക. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. അടുത്ത ചോദ്യം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം നോക്കൂ. VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം ഇതാണ്. ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 159. ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? 159 ലിറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കൂ. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം. ഉത്തരം ഓപ്ഷൻ സി മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നു. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. അടുത്തത്. കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിത. കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ SPC പദ്ധതിയുടെ ഭാഗമല്ലാത്ത ക്യാമ്പ് ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ SPC പദ്ധതിയുടെ ഭാഗമല്ലാത്ത ക്യാമ്പ്. ഉത്തരം ഓപ്ഷൻ സി വിൻ്റർ ക്യാമ്പ്. SPC പദ്ധതിയുടെ ഭാഗമല്ലാത്ത ക്യാമ്പാണ് വിൻ്റർ ക്യാമ്പ്. അപ്പോൾ മറ്റുള്ളവ SPC പദ്ധതിയുടെ ഭാഗമാണ്. ഏതൊക്കെയാണ്? ഓണം ക്യാമ്പ്, ക്രിസ്മസ് ക്യാമ്പ്, സമ്മർ ക്യാമ്പ്. ഓക്കെയാണ്. അടുത്ത ചോദ്യം. സ്കൂൾ പരിധിയിൽ മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ എത്ര വരെയാകാം? സ്കൂൾ പരിധിയിൽ മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ എത്ര വരെയാകാം? ഉത്തരം 25 കിലോമീറ്റർ വരെ. എത്ര? സ്കൂൾ പരിധിയിൽ മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി വേഗം മണിക്കൂറിൽ എത്ര വരെയാകാം? 25 കിലോമീറ്റർ വരെ
ആകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നിങ്ങൾക്കായുള്ള ചോദ്യം നോക്കാം. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: SPC ദിനമായി ആചരിക്കുന്ന ദിവസമേത്? SPC ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ജൂലൈ 2, ജൂൺ 2, ഓഗസ്റ്റ് 2, സെപ്റ്റംബർ 2. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുക. അറിയാത്തവർ പെട്ടെന്ന് പോയി ആ ചോദ്യം ഉത്തരവും പഠിക്കുക കേട്ടോ. അപ്പോൾ SPCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണുക. എല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാ ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.